വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? താനേ ഇപ്പൊ പടിയാ മൂളിപ്പാട്ട് ഒന്നുകൂടി മൂളിക്ക്. പാട്ടോ? ആ പാട്ട്. താനിപ്പോ മൂളി ഇറന്ന പാട്ട് ഒന്നുകൂടി മൂളാൻ. സൗകര്യമില്ല. എന്നിട്ട് വേണം തനിക്ക് എന്നെ കളിയാക്കാൻ. അല്ലെങ്കിൽ തന്നെ സംഗതികളൊന്നും ഇല്ലെങ്കിലും താൻ ഇത്തിരി പാടുന്നൊരു വിചാരം തനിക്കുണ്ട്. താനെന്താ പറഞ്ഞേ? എന്റെ പാട്ടിൽ സംഗതികൾ ഇല്ലെന്നോ? തന്റെ പാട്ടിലൊന്നല്ല, തന്റെ കയ്യിൽ പോലും ഒരു സംഗതികളും ഇല്ല. അയ്യേ, ഈ പെണ്ണിനെന്തൊക്കെയാ പറയുന്നത്? എടോ, തനിക്ക് പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു ജോലിയുണ്ടോ? സ്വന്തമായിട്ടൊരു വീടുണ്ടോ? ഒരു കാറോ ബൈക്കോ ഉണ്ടോ? പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളെങ്കിലും ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ? അതെല്ലാം പോട്ടെ, ഒരു ATM കാർഡെങ്കിലും ഉണ്ടോ? ഈ സംഗതികളുടെയൊക്കെ കാര്യമാ ഞാൻ പറഞ്ഞത്. ഓ, അതായിരുന്നു സംഗതി. ഞാൻ വിചാരിച്ചു. വാഷള, താൻ പലതും വിചാരിക്കും, എനിക്കറിയാം. അയ്യോ, തന്നെ പോലുള്ളവരെ കണ്ടാ മതി മാനം പോവും. ഞാൻ പോന്നു. കുട്ടി, ഞാൻ അത്രക്കാരനല്ല. ഓ, ഇന്ന് തനിക്ക് പുതിയ രക്ഷകയൊക്കെ കിട്ടിയല്ലോ, അതിന്റെ അഹങ്കാരമായിരിക്കും ഇത്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നെ കൂട്ടിക്കോ. ഇയാൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഈ ചിന്നുന് ഇയാള് മാത്രമേ ഉള്ളൂന്നോ? എടോ, അന്ന് അച്ഛനെ രക്ഷിച്ച ഒരു ഭഗവാനുണ്ടല്ലോ. ആ ഭഗവാൻ. ആളിനെ ഞാൻ കണ്ടു. നല്ല സുന്ദരക്കുട്ടെ. തന്നെ പോലെയൊന്നുമല്ല. ആ സംസാരവും ചിരിയും ഒക്കെ കാണാൻ എന്ത് രസാണെന്നറിയോ? ആളുടെ സംസാരത്തിലും നോട്ടത്തിലും ഒക്കെ എന്നോട് എന്തോ ഒരു ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞ ഇതെന്ന് പറഞ്ഞ ഇതെന്ന് പറഞ്ഞ ഇത് തന്നെ. എന്നാ പിന്നെ ആളുമില്ല കഞ്ചാവുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആ പാവത്തിന് കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഒരു മരപ്പുറക്കിനെ കണ്ട് ഇഷ്ടപ്പെടും. താൻ ഒരിക്കലും നന്നാവില്ലടോ. തോനെ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് ഞാൻ വക്കീൽ പരീക്ഷ പാസ്സാവും. താൻ കോപ്പിയടിച്ച് ജയിച്ച പോലെയല്ല, പഠിച്ച് ജയിക്കും. എന്നിട്ട് കേസ് വാദിക്കാൻ പോവല്ല, മജിസ്ട്രേറ്റ് ആവും. മജിസ്ട്രേറ്റ്. എന്നിട്ട് എന്റെ ഭഗവാനെ പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ശബ്ദം ഉയർത്തും. അപ്പോഴും താൻ ഇങ്ങനെ എന്നെ വളയും പിടിച്ചോണ്ട് നടക്കും. ഓ ശരി, സമ്മതിച്ചു. എന്നാ ഗുഡ് നൈറ്റ് ഡ്രൈവറെ. ഹേ, എന്നാ പോയാട്ടെ മജിസ്ട്രേറ്റ്. അയ്യോ.